ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് നല്ലൊരു മുരിങ്ങയില തോരനാട്ടില്ലേ. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. നല്ല വിറ്റാമിനുള്ള സാധനം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. മുരിങ്ങയില ഇലക്കറികളൊക്കെ എല്ലാറ്റിനും കണ്ണിനും പോഷകാഹാരം അടങ്ങിയാണ് മുരിങ്ങയില കേട്ടോ. ഇത് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കണം കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാം, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. എളുപ്പത്തിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. മുരിങ്ങയിലുകൊണ്ട് നമ്മൾ കറിയും വെക്കും, പരിപ്പും മുരിങ്ങയും കറി വെക്കും, തോരൻ വെക്കും. ചക്കക്കുരു ഉണ്ടെങ്കിൽ ചക്കക്കുരു മുരിങ്ങയും കറി വെക്കും. മുരിങ്ങ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുരിങ്ങയില തോരനൊക്കെ ഉണ്ടാക്കാമല്ലേ, എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. മുരിങ്ങ കൂടെ നല്ലോണം കേട്ടോ ഈ വീട്ടിൽ. അതൊക്കെ ഒടിച്ച് കൊടുന്ന് നല്ലോണം നൂരിയിട്ട് നല്ലോണം കഴുകിയെടുക്കണം. നമുക്കതൊക്കെ ഒന്ന് ഊരിയെടുക്കാം. എല്ലാതും ഊരി അതിൻ്റെ കമ്പും ഇതൊക്കെ കളഞ്ഞ് നന്നായി ഊരിയെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം കഴുകി ഒന്ന് വാർത്തിട്ട് അതിലേക്ക് എന്തൊക്കെ ചേരുവകളെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോയാലോ.
അങ്ങനെ നമ്മുടെ മുരിങ്ങയിലൊക്കെ നല്ലോണം ഊരി കഴുകി അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയുള്ളി ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞത് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളിയും പച്ചമുളകും തേങ്ങയും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ അത്. വെള്ളമൊന്നും അധികം ഒഴിച്ച് കൊടുക്കണ്ട. വെള്ളം അധികമായ മുരിങ്ങൻ്റെ വേഗേറിയ രസം ഉണ്ടാവില്ല. അതിൻ്റെ പാകത്തെ വേഗം പറ്റുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കണം. 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് 2 പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പൊന്നും അധികം ആകരുത്. നിങ്ങൾ നോക്കിയിട്ട് ഇടണം. ഉപ്പൊക്കെ ഒന്ന് നാമച്ച് നോക്കിയിട്ട് ഇടണം കേട്ടോ. ഉപ്പ് അധികമായാൽ പിന്നെ അത് ശരിയാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്തോളൂ. അങ്ങനെ ഒക്കെ തിളച്ച് വരുമ്പോൾ നമുക്ക് മുരിങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കി വാർത്ത് വെച്ച മുരിങ്ങ ഇട്ട് കൊടുക്കട്ടോ. ഇതിപ്പോൾ മുരിങ്ങ കാണുമ്പോൾ കുറേ ഉണ്ടാവും, ഉപ്പേരി വെച്ചാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെയാണ്. കുറേ മുരിങ്ങ ഉപ്പേരി വെച്ചെങ്കിലേ കുറച്ച് ഉപ്പേരി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇത് നല്ലൊരു ഹെൽത്തിയും നല്ല പോഷകമായൊരു ഭക്ഷണമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ ഏറ്റവും ടേസ്റ്റിയായ മുരിങ്ങപ്പേരി വെന്തുകൊണ്ടിരിക്കണം. എളുപ്പം പോകും കേട്ടോ. 2-3 മിനിറ്റ് കൊണ്ട് ഇത് പോകും കേട്ടോ. വേഗേറിയ കയ്പ്പാകാരം പാകത്തെ വേഗം. അപ്പോൾ അതിന് വെള്ളം തന്നെ നിങ്ങൾ പാകത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം അധികം ഒഴിച്ച് കൊടുക്കരുത്. ഇനി മുരിങ്ങ ഒന്ന് കുറച്ചൊന്നും പോകുമ്പോൾ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഒരു പകുതി വേഗമാകുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ തേങ്ങയും കൂടി ഇട്ടിട്ടേ ഇതിലിട്ടൊന്നിതാക്കിയാൽ നല്ലൊരു ടേസ്റ്റാട്ടോ. കാണാനും നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും നല്ല രസമാണ്. അങ്ങനെ നമ്മൾ ഏറ്റവും ടേസ്റ്റിയായ മുരിങ്ങപ്പേരി ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുരിങ്ങ കൊണ്ട് പരിപ്പും മുരിങ്ങയും കറി വെക്കും. മുരിങ്ങ കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കും കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാകുന്നതാണ് മുരിങ്ങ. അങ്ങനെ മുരിങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ മുരിങ്ങ കൊണ്ട് ഒരു ഉപ്പിലുണ്ടാക്കി എളുപ്പം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഉപ്പേരി മാത്രം മതി. അങ്ങനെ നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ പിന്നെ ചോറ് കൊണ്ടുപോകുമ്പോൾ കുറച്ച് മുരിങ്ങപ്പേരി, കുറച്ച് തേങ്ങാ ചമ്മന്തി, 2 പപ്പടവും ഇട്ട് കൊടുത്തിട്ട് കുഴച്ച് തിന്നാലേ വെളിച്ചെണ്ണ ഒഴിച്ച് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്ന അങ്ങനെ കൊണ്ടുപോയിരുന്നു. മുരിങ്ങപ്പേരി, ചമ്മന്തി, പപ്പടം പൊരിച്ചതും അങ്ങനെ മുട്ട പൊരിച്ചതും അതൊക്കെ കൂടെ വാഴൻ്റെയിൽ വാട്ടി പൊഴിഞ്ഞിട്ട് ചോറ് സ്കൂൾക്ക് ആക്കിയിട്ട് അത് തുറക്കുമ്പോൾ നല്ലൊരു മണാക്കാരം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെ കഴിക്കാം. അങ്ങനെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ടാക്കൊണ്ടു. താങ്ക്സ് ഫോർ വാച്ച്.